മരണമില്ലാത്ത അവസ്ഥ നേടാനായിട്ട് അസുരന്മാരും ദേവന്മാരും ചേർന്ന് പാലാഴി കടയുണ്ടായി. അപ്പൊ ഈ പാലാഴി കടഞ്ഞ സമയത്ത് അമൃത് വന്നു, പല വസ്തുക്കൾ വന്ന് അവസാനം അമൃതും വന്നു. പക്ഷെ ഈ അസുരന്മാര് ദേവന്മാരെ കബളിപ്പിച്ച് ഈ അമൃതും കൊണ്ട് ഓടി. അപ്പൊ അവർക്ക് അമൃത് കിട്ടിയാൽ അവരമരന്മാരായി മാറിയാൽ അവർക്ക് മരണമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ആർക്കും ജയിക്കാനാവാത്ത അവസ്ഥ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ, ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെ തിന്മയേ ഉണ്ടാവുള്ളൂ, നന്മയുണ്ടാവില്ല. അപ്പൊ എങ്ങനെയും ദേവന്മാർക്ക് ഈ അമൃത് ലഭിച്ചു തന്നെ ആവണം. അതിനുവേണ്ടി മഹാവിഷ്ണു മോഹിനിയുടെ വേഷം കെട്ടി ഈ അസുരന്മാരെ കബളിപ്പിച്ച് വീണ്ടും അവരെ പറ്റിച്ച് ഒരു മോഹിനി എന്ന രൂപത്തിൽ വന്ന് അവരെ വശീകരിച്ച് ഈ അമൃത് നേടിയെടുക്കുകയും ഈ അമൃത് നേടിയെടുത്ത് കഴിഞ്ഞ ആ സമയത്ത് ഈ അമൃത കലശത്തിൽ നിന്ന് മഹാവിഷ്ണു, മോഹിനി വേഷത്തിലുള്ള മഹാവിഷ്ണു ഓരോ ദേവന്റെ വായിലേക്കും ഈ അമൃത് ഒഴിച്ചു കൊടുക്കുക. കാരണം അവർക്ക് അമരത്വം ലഭിക്കാൻ വേണ്ടി, അഷ്ടൈശ്വര്യ സിദ്ധികൾ അവർക്ക് ലഭിക്കാൻ വേണ്ടി. അപ്പൊ ആ സമയത്ത് ഒരു അസുരൻ, വളരെ സമർത്ഥനായിട്ടുള്ള ഒരു അസുരൻ, ആ അസുരന്റെ പേര് വിതുന്തുതൻ എന്നാണ്. വിതുന്തുതൻ. ആ അസുരൻ ദേവന്റെ വേഷത്തിൽ, ബ്രാഹ്മണ വേഷത്തിൽ വന്ന് ഈ അമൃതിനു വേണ്ടി വായ തുറന്നപ്പം മഹാവിഷ്ണു അല്പം അമൃത് എടുത്തിട്ട് ഒഴിച്ചു. പക്ഷെ സൂര്യൻ കാണിച്ചു കൊടുത്തു, ഈ തുറന്ന വായയില് നീണ്ട ദംഷ്ട്ര, ഇത് നീണ്ട പല്ല്, ഇവൻ ദേവനല്ല അസുരനാണ്, ഇവൻ വേഷം മാറി വന്നിരിക്കുകയാണ് എന്ന കാര്യം സൂര്യൻ കാണിച്ചു കൊടുത്തു മഹാവിഷ്ണുവിന്. ഉടനെ മഹാവിഷ്ണു ചക്രായുധം കൊണ്ട് ആ അസുരന്റെ, വിതുന്തുതൻ എന്ന ആ അസുരന്റെ തലയറുത്തു. അപ്പോഴേക്കും ഈ അമൃത് വായിൽ വീണ് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ജീവനുള്ള തല മേലേക്ക് പോയി രാഹുവായി മാറിയെന്നും, രാഹു എന്ന ഗ്രഹമായി മാറിയെന്നും, താഴെ ഉള്ള ഉടല് ഒരു പാമ്പായി മാറി പെടഞ്ഞ് അത് കേതുവായി മാറിയെന്നുമാണ് പുരാണത്തിൽ പറയുന്ന കഥ. അതായത് രാഹുവും കേതുവും ഉണ്ടായതിന് പിന്നില് പുരാണത്തിൽ പറയുന്ന കഥ ഇതാണ്. ആ ഒരു വൈരാഗ്യത്തിലാണ്, അതായത് തന്നെ കാണിച്ചു കൊടുത്തത് ഈ സൂര്യനാണല്ലോ എന്ന വൈരാഗ്യത്തിലാണ് രാഹു സൂര്യനെ മറയ്ക്കുന്നത് എന്നും, അതുകൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് എന്നുമാണ് നമ്മുടെ പുരാണത്തിൽ പറയുന്നത്. ഇത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അഭേദ്യ ബന്ധമുള്ള കാര്യമാണ്. പക്ഷെ ഇന്നത്തെ ആധുനിക കാലത്ത് ഈ കഥ ആരെങ്കിലും വിശ്വസിക്കില്ല. ഗ്രഹണം പോലും ആരും വിശ്വസിക്കാത്തൊരു കാലഘട്ടം വരെ ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഗ്രഹണം സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ വിഷാംശം വരുന്നു. ആ സമയത്ത് പിന്നെ ഭക്ഷണാദി കാര്യങ്ങൾ കഴിക്കാനോ പാചകം ചെയ്യാനോ പാടില്ല എന്നുള്ളത് നിയമം പഴയകാലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വിഷാംശം ആ സമയത്ത് വിഷം അന്തരീക്ഷത്തിൽ നിലനിൽക്കും എന്നുള്ളത് കൊണ്ടുതന്നെ. അതുകൊണ്ടാണ് ആ സമയത്ത് ഗർഭിണികൾ വരെ പുറത്തിറങ്ങുമോ. പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ ക്ഷേത്രവാടുകളിലൊക്കെ നമ്മളൊക്കെ പോയിട്ട് എനിക്ക് തന്നെ അറിവുള്ളതായത് തന്നെ ആ സമയത്ത് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ആ സമയത്ത് ഗ്രഹണം കാണാനോ നേരിട്ട് നോക്കാനോ ചാണകവെള്ളം കലക്കി വെച്ച് അതിനകത്ത് ഗ്രഹണം നോക്കണം എന്നുള്ള സമ്പ്രദായം ആണ് പഴയ കാലഘട്ടങ്ങളിലൊക്കെ പറഞ്ഞതാണ്. എന്നാൽ ഇന്ന് പുതിയ ജനറേഷൻ പറയുന്നത് കേട്ടു ആ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാം, പാചകം ചെയ്ത് കഴിക്കാം എന്നുള്ള ഒരു പുതിയൊരു അറിവ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഒരു 2 വർഷത്തിന് മുമ്പേ കേട്ടൊരു സംഭവമാണത്. പക്ഷെ അതൊരു നല്ലതാണ് എന്ന് തോന്നിയിട്ടില്ല. ഇതില് അത് ശരിയല്ല എന്നാണ് പറയുന്നത്. ശരിയല്ല. ഗ്രഹണം എന്നുള്ളത് ഉണ്ട് താനും അതിൽ വിഷാംശം ഈ ഇദ്ദേഹം പറഞ്ഞ മാതിരി ആ കഥയില് വിഷം പുറത്ത് വരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ആ ഗ്രഹണ സമയത്ത് വിഷാംശം പുറത്ത് രാഹുവിനൊക്കെ ഏത് വിടുന്നു എന്നുള്ളത് ആ സമയത്ത് വിഷാംശം പുറത്ത് വരുന്നു. അന്ന് വിഷാണല്ലോ വിഷാംശം പുറത്ത് വരുന്നു. പുറത്ത് വരുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ ശരിക്ക് വിഷത്തിന്റെ അംശം നിലനിൽക്കുന്നു. ആ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്ത് കഴിക്കാൻ പാടില്ല, ഭക്ഷണം ആ സമയത്ത് കഴിക്കാൻ പാടില്ല, ഒരു വെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. വേറെ ഇതിനകത്ത് വേറെ ദുർമന്ത്രവാദം ഇല്ല, പിന്നെ ഒരു തെറ്റായ ധാരണയും ഇല്ല. ഇതിനകത്ത് സത്യമായ കാര്യം തന്നെയാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ലെ അതിൽ ശാസ്ത്രീയത ഉണ്ട്. ആ ശാസ്ത്രീയത ആരും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശാസ്ത്രീയത ഇന്ന് ആരും വിശ്വസിക്കുന്നില്ല. പുതിയ ജനറേഷന് ഇതൊന്നും വേണ്ട. പുതിയ ജനറേഷന് ഈ പറഞ്ഞ മാതിരി ഇപ്പം ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അല്ല, നേരത്തെ പറഞ്ഞ കഥയില് വിശ്വസിക്കാൻ പറ്റാത്തൊരു കഥയാണത് അല്ലേ? അത് ജ്യോത്സ്യര് തന്നെ സമ്മതിച്ചത്. എന്നാ അതേ ഇപ്പൊ നമ്മളെ പുരാണങ്ങളിൽ തന്നെ വ്യോമസ്ഥലേ ജലമയേ ചന്ദ്രമണ്ഡലം എന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. വ്യോമസ്ഥലേ ജലമയേ ചന്ദ്രമണ്ഡലം, ആകാശ ഭാഗത്ത് ജലം നിറഞ്ഞ ചന്ദ്രമണ്ഡലമുണ്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. 1000 വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ നമ്മുടെ ISROയില് മാധവൻ നായരുടെ നേതൃത്വത്തിലുള്ള അവര് ചന്ദ്രയാൻ വിക്ഷേപിച്ച് കണ്ടെത്തിയിരിക്കുന്നു ചന്ദ്രനിൽ ജലമുണ്ട്. എത്രയോ പണം ചെലവാക്കിയിരിക്കുന്നു, എത്രയോ ഗവേഷണങ്ങൾ നടത്തിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ധനവും
ഒരുപാട് മാനുഷിക അധ്വാനവും ഇല്ലേ, ബൗദ്ധികമായിട്ടുള്ള പ്രയത്നങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ കണ്ടെത്തി ചന്ദ്രന് ജലമുണ്ട്. പക്ഷെ നമ്മുടെ മാമുനിമാര് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പറഞ്ഞിരിക്കുന്നു, വ്യോമസ്ഥലെ ജലമയെ ചന്ദ്രമണ്ഡലം. അപ്പൊ ഇത് യാഥാർത്ഥ്യമാണല്ലോ. യാഥാർത്ഥ്യമാണ്. അതല്ലേ പറഞ്ഞ ജ്യോതിശാസ്ത്രത്തെയും ഈ ശാസ്ത്ര വിഷയത്തെയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞതിന്റെ കാര്യം. ഇന്നിപ്പോ പ്രേത വിഷയങ്ങൾ എന്ന് പറയുന്ന കാര്യത്തെ പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രേതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണുന്നതാണോ? അല്ല. നമ്മുടെ ജീവനായിട്ടുള്ള ശരീരത്തിൽ നിന്ന് പോകുന്ന ഒരു ജീവാത്മാവാണത്. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അല്ലാതെ എല്ലാവരും ധരിച്ച് പ്രേതം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ദോഷമാണ്. ആ ദോഷം തന്നെയാണ്. അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് മാത്രമേ. കാണാൻ പറ്റാത്തതെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ, അവിശ്വസനീയാണെന്ന് പറയാൻ പറ്റില്ല. അതായത് പറഞ്ഞ ശാസ്ത്രത്തെ, അതാണ് പറഞ്ഞത്, ജ്യോതിശാസ്ത്രത്തെയും പൂജാസങ്കല്പങ്ങളെ എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് വിശ്വസിപ്പിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അനുഭവത്തിലൂടെയും നമുക്ക് ചെയ്ത് അവർക്ക് അനുഭവം വന്നു കഴിഞ്ഞാൽ അനുഭവത്തിലൂടെയും മാത്രമേ ഒരാളെ അതിലേക്ക് ആ വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ ഈ ജ്യോതിശാസ്ത്രത്തെയും ഈ ശാസ്ത്ര വിഷയങ്ങളൊക്കെ ആശ്രയിച്ചത് വരുന്നുള്ളൂ. അതുവരെ ഇതിനകത്ത് ആരും വരുന്നില്ല. സാമ്പത്തിക ചുറ്റുപാടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതിനകത്ത് വിശ്വസിക്കേണ്ട കാര്യമില്ല. എല്ലാം നിറഞ്ഞു എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ശാസ്ത്ര വിഷയങ്ങളെ ധിക്കരിച്ച് നടക്കുന്ന എത്ര പേരുണ്ട്. അതൊന്നും വേണ്ട. അപ്പൊ ജ്യോതിഷം ഒരു അന്ധവിശ്വാസം എന്നുള്ള നിലയിലല്ല, ശാസ്ത്രീയതയായിട്ട് അതിനെ തീർച്ചയായിട്ടും ബന്ധിപ്പിച്ച് നിർത്താൻ പറ്റുന്നതാണ് ജ്യോത്സ്യർ പറയുന്നത്. ശാസ്ത്രീയത നല്ലോണമുണ്ട്. ശാസ്ത്ര വിഷയം തന്നെ നല്ലോണമുണ്ട്. കൈകാര്യം ചെയ്ത പൗരാണികമായിട്ട് ഓരോ വർഷങ്ങൾക്ക് മുമ്പേ ഈ ശാസ്ത്രം നിലനിന്നു എന്നുള്ളതല്ലേ ഇന്നത്തെ. തീർച്ചയായിട്ടും ഇപ്പോഴും ആ വിശ്വാസം ഉണ്ട്. മാത്രമല്ല അന്ന് പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പോകുന്നത്. അതിനകത്ത് ഒരു വ്യതിചലിച്ചിട്ടില്ല വ്യത്യാസത്തിൽ. ശാസ്ത്ര വിഷയങ്ങൾ അന്നും ഇന്നും ഒരേ രീതി തന്നെയാണ്. ഈ നാളുകൾ ഡെവലപ്പ് ചെയ്തു എന്നല്ല അതിന്റെ ശാസ്ത്രം ഇന്നും പിന്നെ അതേപോലെ തന്നെ അതിന് ഒരു ലേശം പോലും മാറ്റം വരുത്താതെ തന്നെ എല്ലാം കൈകാര്യം ചെയ്യും. ഇന്ന് മുതൽ ആഗസ്റ്റ് മാസം 4-ാം തീയതി വരെ ഈ നക്ഷത്രക്കാർക്കും കൂറുകാർക്കും പൊതുവെ സമ്മിശ്രമായിട്ടുള്ള ഗുണഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നതായ ഈ കൂറുഫലങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളൊക്കെ യഥാശക്തി നടത്തി ആ ദേവനെ ഓരോരുത്തരും പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഗുണഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ വാരം പൊതുവെ എല്ലാവർക്കും ഗുണകരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ശ്രീഭരണി കാർത്തിക കാലം മേടക്കൂറുകാർക്ക് ദൈവാധീനം പൊതുവേ ഉണ്ട്. അതുപോലെ തന്നെ ചില അപ്രതീക്ഷിതമായിട്ടുള്ള വരുമാനങ്ങൾ വരാൻ യോഗങ്ങളുടെ വാരമായിട്ട് ഈ വാരത്തെ കണക്കാക്കാം. അതുപോലെ തന്നെ കാര്യതടസ്സങ്ങളില്ലാതെ കണ്ട് കാര്യങ്ങൾ വിജയിച്ച് കൊണ്ടുവരാൻ പറ്റിയൊരു വാരമായിട്ടും കണക്കാക്കാം. എന്നാലും ചില പ്രവർത്തന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ കാണാൻ, അതായത് സാധാരണ ജോലികൾക്ക് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരാനും ചില കാര്യതടസ്സങ്ങൾ വരാനും ഉള്ള ഒരു സമയമായിട്ട് കണക്കാക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ കണ്ടും സൂക്ഷിക്കേണ്ടൊരു വാരമാണ് ഇത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ബുധൻ നിൽക്കുന്നത് കൊണ്ട് 3-ൽ നിൽക്കുന്ന ബുധൻ പൊതുവെ ഗുണകരമാണ്. എന്നിരുന്നാൽ കൂടിയും ആ ബുധൻ്റെ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതായത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മശക്തി നിലനിൽക്കുന്നില്ല, അതുപോലെ തന്നെ ചെറിയ ക്ഷീണങ്ങൾ ഉണ്ടാവുക. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുഭവിക്കുന്നതാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്കാണെങ്കിൽ കർമ്മമേഖലയിൽ പൊതുവെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധനവരുമാനങ്ങൾ ഉണ്ടാവാൻ യോഗമുള്ളൊരു സമയമായിട്ടും വാരമായിട്ടും ഈ വാരത്തെ കണക്കാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതെ കണ്ട് സൂക്ഷിക്കേണ്ട ഒരു വാരമായിട്ടും ഈ വാരത്തെ പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഭാര്യാഭർത്ത ബന്ധത്തിലാണെങ്കിൽ കുടുംബത്തിൽ പൊതുവെ സുഖ കാര്യങ്ങളായിട്ട് നടക്കേണ്ട യോഗം കാണുന്നു. കാർത്തിക മുക്കാലും രോഹിണി മകീരത്തര ദൈവാധീനമുണ്ട്. അതേപോലെ തന്നെ 2-ൽ നിൽക്കുന്ന രീതിയാണ്. അത് ബുധൻ നിൽക്കുന്നു 4-ാം ഭാവത്തിൽ, 3-ൽ ബുധനും 5-ാം ഭാവത്തിൽ ശനി, കുജൻ, അതുപോലെ തന്നെ 7-ൽ നിൽക്കുന്ന ശനി. അതായത് ചില അപവാദങ്ങൾ കേൾക്കാൻ പറ്റിയ സമയമാണ് ഈ വാരം. അതുപോലെ തന്നെ ധനപരമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു വാരമായിട്ട് ഈ വാരത്തെ കണക്കാക്കാം. അതുപോലെ തന്നെ മാനസിക ടെൻഷൻ കുറേ കൂടുതൽ അനുഭവിക്കേണ്ട വാരമാണിത്.
അതുപോലെ തന്നെ 7 നിൽക്കുന്ന രാഹു ഭാര്യ ഭർത്താക്കന്മാർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ളൊരു വാരമായിട്ട് കണക്കാക്കിക്കൂടാം. 10 നിൽക്കുന്ന 10ാം ഭാവാധിപൻ 5 നിൽക്കുന്ന തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പൊതുവെ തൊഴിലുകൾ കുറേ കൂടുതൽ കിട്ടാനും ആ തൊഴിൽ കൊണ്ടുണ്ടാകുന്ന അഭിവൃദ്ധി ഉണ്ടാവാനും പറ്റിയൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായാലും അല്ല പഠിക്കേണ്ട കാര്യത്തിനായി കഴിഞ്ഞാൽ നല്ല ഉത്സാഹങ്ങളും അതുപോലെ തന്നെ പഠിക്കണം എന്നുള്ളൊരു ചിന്താഗതികളും കുറേ കൂടുതൽ ഈ വാരത്തിൽ കുറേ കൂടുതൽ അവർക്ക് വേണമെന്നുള്ളൊരു താല്പര്യവും പഠിച്ചു ഉയരണം എന്നുള്ള താല്പര്യവും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവാം. രാഷ്ട്രീയ രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളിൽ കുറേ കൂടുതൽ താല്പര്യം കാണിക്കാനും അതിൽ നിന്നുണ്ടാകുന്ന ഉയർച്ചകൾ ഉണ്ടാവാനും ഉള്ളൊരു വാരമാണിത്. അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ ബിസിനസ് കൊണ്ടും അഭിവൃദ്ധികൾ ഉണ്ടാവേണ്ട ഒരു വാരമാണിത്. മകീരത്തര, തിരുവാതിര, പുണർദത്തെ 4, മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് ദൈവാധീനം പൊതുവെ മറഞ്ഞിരിക്കുന്നൊരു വാരമാണ് ഈ വാരം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതും കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച മാതിരി കാര്യങ്ങൾ നടന്നുകൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യതടസ്സങ്ങളും ഒക്കെ അനുഭവപ്പെടുന്നൊരു വാരമാണ് ഈ വാരം. 4 നിൽക്കുന്ന ശനി അത്ര ഗുണകരമല്ല, 7 ശനികാലമാണ്. 6 നിൽക്കുന്ന രാഹു അത്ര ഗുണകരമല്ല, അതായത് സ്വജനങ്ങളൊക്കെ കലഹങ്ങൾ ഉണ്ടാവുക. അതേപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശ യാത്രാ തടസ്സങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തൊഴിൽപരമായിട്ട് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽ കിട്ടുമെങ്കിലും അതുകൊണ്ട് അത്ര പ്രയോജനകരമായിട്ടൊരു വാരമായിട്ട് ഈ വാരത്തെ കണക്കാക്കിക്കൂടാ. തൊഴിലുകൾ ധാരാളം വരാം, പക്ഷേ ആ തൊഴിൽ കൊണ്ട് വേണ്ട വിധത്തിൽ ഒരു സാമ്പത്തിക നേട്ടം നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ. എല്ലാവരും വ്യക്തിപരമായിട്ട് ചില വിരോധങ്ങൾ സമ്പാദിക്കേണ്ട ഒരു വാരമാണിത്. അതുപോലെ സ്കിൻ സംബന്ധമായിട്ട് അലർജികൾ കുറേ കൂടുതൽ വരിക. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠിക്കാനും അതത്ര സുഖകരമായിട്ട് തോന്നുന്നൊരു വാരമല്ല ഈ വാരം. അതുപോലെ തന്നെ പ്രവർത്തന മേഖലയിൽ സാധാരണ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ തൊഴിൽ മേഖലയിലും അത്ര ഒരു ഗുണകരമായിട്ട് ഈ വാരത്തെ കണക്കാക്കിക്കൂടാം. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കാണെങ്കിലും ബിസിനസ്സുകാർക്കാണെങ്കിലും അത്ര ഒരു ഗുണകരമായിട്ടുള്ള വാരമായിട്ട് ഈ വാരത്തെ നമുക്ക് പറഞ്ഞുകൂടാം. പുണർദത്ത് 4, പൂയം, ആയില്യം നക്ഷത്രം, കർക്കിടക്കൂറ്. കർക്കിടക്കൂറുകാർക്ക് ദൈവാധീനമുണ്ട്. ദൈവാധീനം ഉണ്ടെങ്കിലും 3ാം ഭാവത്തിൽ സഹോദര സ്ഥാനാധിപത്യം വഹിച്ചിരിക്കുന്നതായ ബുധൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സഹോദരങ്ങളൊക്കെ വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഗുണകരമായിട്ടുള്ളൊരു സമയമായിട്ട് കണക്കാക്കാം. സഹോദരങ്ങൾ അതേപോലെ തന്നെ അനുകൂലങ്ങളായിട്ട് ഇടപഴകുന്നൊരു സമയമായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ കുടുംബത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവേണ്ട ഒരു വാരമായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ വരുമാന മാർഗങ്ങളും കുറേ കൂടുതൽ വരാനുള്ളൊരു വാരമായിട്ട് ഈ വാരത്തെ കണക്കാക്കാം. വിദ്യാഭ്യാസ മേഖലയിലായാലും തൊഴിൽ മേഖലയിലായാലും ഏർപ്പെട്ടിരിക്കുന്ന പ്രൊമോഷനുകൾ മറ്റുള്ള വിഷയങ്ങൾ ഒക്കെ ഉണ്ടാവേണ്ട ഒരു വാരമാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് ഈ വാരം. അതേപോലെ തന്നെ ബിസിനസ് മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പൊതുവെ അഭിവൃദ്ധി ഉണ്ടാവാം, സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവേണ്ടൊരു വാരമാണ്. അതേപോലെ തന്നെ വാഹനാദികൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ വസ്തുക്കൾ വാങ്ങിക്കാനും അതേപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ വാഹനങ്ങൾ വാങ്ങിക്കാനും ഈ വാരം പൊതുവെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ശ്രമകരം പൊതുവെ നമുക്ക് ഗുണകരമായി എന്നുള്ളതൊരു തോന്നലുകൾ ഉണ്ടാവേണ്ട ഒരു വാരമായിട്ട് ഈ വാരത്തെ കണക്കാക്കാം. മകം, പൂരം, ഉത്രത്തിൽ 4, ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില വരുമാന മാർഗങ്ങൾ ഉണ്ടാവേണ്ട ഒരു വാരമായിട്ടും ഈ വാരത്തെ കണക്കാക്കാം. വസ്തുവകകൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ധന ആഗമനം ഈ വാരം പൊതുവെ ഉണ്ടാവുന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്കായാലും ഗവൺമെൻറ് ജോലിയിൽ നിൽക്കുന്നവർക്കായി കഴിഞ്ഞാലും ഈ വാരം പൊതുവെ ജോലി സ്ഥലങ്ങളിൽ നല്ല അഭിപ്രായങ്ങളും നല്ല തരത്തിലുള്ള നമുക്ക് ബഹുമതി പത്രങ്ങളും ഒക്കെ കിട്ടാൻ ഉള്ളൊരു വാരമായിട്ട് കണക്കാക്കാം. തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽപരമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ട് പലവിധ ഗൃഹോപകരണങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വാങ്ങിക്കാനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുക, പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വാരം ശ്രമിച്ചു കഴിഞ്ഞാൽ പൊതുവെ നടക്കാവുന്നതാണ്. അതേപോലെ തന്നെ
പിന്നെ ഭാര്യാഭർത്താക്കന്മാർക്കാണെങ്കിലും ചില വാക്ക് തർക്കങ്ങൾ അവർ തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള വിഷയങ്ങൾ ചെറുതായിട്ടുള്ള ഒരു ഇത് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിരത്തര, കന്നിക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്. ദൈവാധീനം ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവാം. ഈ വാരം പൊതുവെ ശ്രദ്ധിക്കേണ്ടത് ജന്മത്തിൽ കുജൻ നിൽക്കുന്നൊരു വാരമാണ്. അപ്പോൾ ചില രക്തസംബന്ധമായിട്ടുള്ളതായ ചില ബുദ്ധിമുട്ടുകൾ, രക്തദൂഷ്യങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ രക്തം എവിടെയും തട്ടി മുറിവുകൾ ഉണ്ടാവുക, അതുകൊണ്ട് ചില കാര്യതടസ്സങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ട്. എന്നാൽ സാമ്പത്തികം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു വാരമല്ല. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവാം. എന്നാലും മനപ്രയാസങ്ങൾക്ക് ഒരു സാധ്യതകളായിട്ട് വരുത്തുന്ന ചില തട്ടലുകളോ മുറിവുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രധാനമായിട്ടും ഈ വാരം ശ്രദ്ധിക്കണം. അത് വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്രാ യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യാഭ്യാസ സംബന്ധമായിട്ടും പൊതുവെ അനുകൂലമാവാം. തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ഉന്നതി ഉണ്ടാവേണ്ട ഒരു വാരമാണ്. അതേപോലെ തന്നെ 3 നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് ചില അരിഷ്ടതകൾ, സഹോദരങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഈ വാരം പൊതുവെ ഉണ്ടാവേണ്ടതാണ്. അതേപോലെ തന്നെ വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന വിദേശയാത്രാ യോഗം കാണുന്നു. തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് ഈ വാരം. ചിത്തിരത്തര, ചോതി, വിശാഖത്തിൽ മുക്കാല്, തുലാക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനക്കുറവുകൾ അനുഭവിക്കുന്ന ഒരു വാരമാണിത്. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് കാര്യതടസ്സങ്ങൾ പൊതുവെ ഉണ്ടാവാം. അതുപോലെ തന്നെ 7ാം ഭാവാധിപതി 12 നിൽക്കുന്നതുകൊണ്ട് അതായത് സ്ത്രീകൾക്ക് പൊതുവെ വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ പൊതുവെ സ്ത്രീജനങ്ങൾക്ക് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അനുകൂലമായിട്ട് നടക്കേണ്ട ഒരു വാരമാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രനും അതേപോലെ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴവും നമുക്ക് കാര്യതടസ്സങ്ങൾ, അതായത് അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിക്കേണ്ട ഒരു വാരമാണ്. അതുപോലെ തന്നെ വാഹനം വസ്തുവൊക്കെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നടക്കണം എന്നുള്ളൊരു വാരവും, അതേപോലെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യങ്ങൾ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ഒരു വാരമായിട്ടും ഈ വാരത്തെ പറയേണ്ടതാണ്. അതുപോലെ മാനസികമായിട്ടുള്ള ചില ക്ലേശങ്ങൾ അനുഭവിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ ശത്രുത നമ്മൾ കുറേ കൂടുതൽ സമ്പാദിക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളോ പറയാത്ത കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരിക, അതിനെക്കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ ഒരു ശത്രുത സമ്പാദിക്കേണ്ട ഒരു വാരമാണ് എന്നുള്ളതും, തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ട് അത്ര ഒരു സുഖമുള്ളൊരു വാരമായിട്ട് കണക്കാക്കിക്കൂടാം. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠിക്കാൻ കുറച്ച് മൗഢ്യത, വ്യാഴത്തിൻ്റെ ഇതില്ലാത്തതുകൊണ്ട് വേണ്ട വിധം പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചു കഴിഞ്ഞാൽ മെമ്മറിയിൽ നിൽക്കുന്നില്ല എന്നുള്ള ചില പരാതികളും ഈ വാരം പൊതുവെ പറയുന്നത് കേൾക്കാവുന്നതാണ്. വിശാഖത്തിൽ കാല്, അരിഴം, തൃക്കേട്ട നക്ഷത്രം, വൃശ്ചികക്കൂറുകാർക്ക് ദൈവാധീനം പൊതുവേ ഉണ്ട്. 7 നിൽക്കുന്ന വ്യാഴം പൊതുവെ ഗുണകരമാണ്. അതേപോലെ തന്നെ വസ്തുവാഹനാദികൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, വസ്തുവാഹനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും വാങ്ങിക്കാനും ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ അത് രണ്ടും നടന്നു കിട്ടാൻ പറ്റുന്ന ഒരു വാരമാണ്. ഇതിന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഒക്കെ ഉണ്ടാവാം. അഷ്ടമത്തിൽ നിൽക്കുന്ന രവി അത്ര ഗുണകരമല്ല. 9ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ അത് ഗുണകരമാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അത് പൊതുവെ ഗുണകരമാണ്. കുട്ടികളുടെ മാതാപിതാക്കൾക്ക് പൊതുവെ അനുകൂലപരമായിട്ടുള്ള ഒരു വാരമാണിത്. അതേപോലെ തന്നെ 5ാം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴമാണ് 7ൽ പോയി നിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും അതേപോലെ തന്നെ അവനവനാണെങ്കിലും പൊതുവെ മനസ്സിനൊരു സുഖം തോന്നുന്നൊരു വാരമായിട്ടും പറയാം. അതുപോലെ തന്നെ വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്രയുടെ ഒരു ഗുണം കാണുന്നു. പോയി കഴിഞ്ഞാൽ തന്നെ അതിലൂടെ ഉണ്ടാകുന്ന വരുമാനങ്ങളും അവിടെ നിൽക്കുന്നവർക്കാണെങ്കിൽ തന്നെ അവിടെ സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഈ വാരം പൊതുവെ കാണാവുന്നതാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്, ധനുക്കൂറുകാർക്ക് ഈശ്വരാധീനം പൊതുവെ കുറഞ്ഞിരിക്കുന്നൊരു വാരമാണ്. അതുപോലെ തന്നെ ചില മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട സ്ഥലമാണ്. തൊഴിൽ സംബന്ധമായിട്ട് ചില മാനസിക ക്ലേശങ്ങൾ വേണ്ട വിധം, അതായത് തൊഴിൽ സ്ഥലത്ത് എത്ര നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി കഴിഞ്ഞാലും അവിടെ നമുക്ക് നല്ലൊരു അഭിപ്രായങ്ങൾ കിട്ടാതെ കണ്ട് വരിക, അത് ഒന്ന് പ്രധാന വിഷയം. അതേപോലെ തന്നെ സന്താനങ്ങൾക്കാണെങ്കിൽ ഉള്ളവർക്ക് സന്താനത്തെ ചൊല്ലി ചെറിയ മാനസിക ക്ലേശങ്ങൾ ഉണ്ടാവുക.
അതിന് വസ്തുവകകൾ വിൽക്കാനും വാങ്ങിക്കാനും ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ആൾക്കാർ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ മുടക്കുക, ആ വിഷയങ്ങൾ കുറേ കൂടുതൽ മുടക്കുക. വാഹനങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ വാഹനത്തിന് ബുക്ക് ചെയ്താൽ കിട്ടുന്നില്ല, അതുപോലെ തന്നെ അത് കാലതാമസങ്ങൾ വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഈ വാരം പൊതുവെ ഉണ്ടാവാം. അതുപോലെ തന്നെ പിന്നെ വിദേശ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ അതിനും ചെറിയ തടസ്സങ്ങളായിട്ട് ഈ വാരം ഉണ്ടാവുന്നതാണ്. എത്ര കാര്യങ്ങളൊക്കെ എത്ര നമ്മൾ സ്പീഡായിട്ട് ചെയ്തു കഴിഞ്ഞാലും അത് വേണ്ട വിധം നമുക്കൊരു കയ്യിൽ നേരെയായി കിട്ടുന്നില്ല എന്നുള്ളൊരു മാനസിക ടെൻഷനും പൊതുവെ ഉണ്ടാവുക. അതാണ് ഈ വാരത്തിന് പൊതുവേ ഉള്ളത്. എന്തായാലും ഈ വാരം പൊതുവെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വാരമായിട്ട് തന്നെ ധനുക്കൂറുകാർക്ക് പൊതുവെ പറയേണ്ടതുണ്ട്. ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടത്തര, മകരക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്. സാമ്പത്തികപരമായിട്ട് ചില നേട്ടങ്ങൾ ഈ വാരം പൊതുവെ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ ചില വരുമാനങ്ങൾ, സൗഭാഗ്യങ്ങൾ വന്നു ചേരേണ്ട ഒരു വാരമാണ് ഈ വാരം. വസ്ത്രാദികൾ, വസ്തുവാഹനം അങ്ങനെയുള്ള വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വസ്തുവാഹനങ്ങൾ വാങ്ങിക്കാൻ പറ്റുക. ചിലർക്ക് ആഭരണങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ആ വക രീതിയിൽ വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ വാങ്ങിച്ച് അവർക്ക് അണിയാനുള്ളൊരു സുഖം കാണുന്നുണ്ട് ഈ വാരം പൊതുവെ. സഹോദരങ്ങൾക്കായാലും പൊതുവെ സഹോദര ഗുണങ്ങൾ, സഹോദരങ്ങളായിട്ട് ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോട് അകന്നു നിൽക്കുന്നവർക്ക് ആ സഹോദരങ്ങളൊക്കെ നല്ല രീതിയിൽ വരാനുള്ളൊരു വാരമാണത്. കർമ്മസ്ഥാനത്ത് നിൽക്കുന്നവർക്ക്, അതായത് തൊഴിൽ, ഗവൺമെൻറ് ജോലി അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിൽക്കുന്നവർക്ക് തൊഴിൽപരമായിട്ടും നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ, നമുക്ക് അനുമോദനങ്ങളും നമ്മളെ പ്രശംസാപത്രങ്ങളും ഒക്കെ ഈ വാരം പൊതുവെ പ്രതീക്ഷിക്കാം. അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്, കുംഭക്കൂറുകാർക്ക് പൊതുവെ ഈശ്വരാധീനമുണ്ട്. ധനപരമായിട്ട് നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ അതേപോലെ തന്നെ വരുമാന മാർഗങ്ങളും ഈ വാരം പൊതുവെ ഉണ്ടാവാം. വസ്തുവാഹനാദികൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് വസ്തുവാഹനങ്ങൾ വിൽക്കാനും, അതേപോലെ തന്നെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ നല്ല വസ്തുക്കൾ പോയി കാണാനും, അതേപോലെ തന്നെ അത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അഡ്വാൻസ് കൊടുക്കാനും ഒക്കെ ഈ വാരം പൊതുവെ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള ചില ഉന്നതികൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠിക്കാനും മറ്റുള്ള കാര്യത്തിനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഈ വാരം പൊതുവെ കാണുന്ന. 6-ൽ നിൽക്കുന്ന ബുധൻ അത്ര ഗുണപരമല്ല. അതുകൊണ്ട് ബുധൻ്റെ ഇതില്ലാത്തത് കൊണ്ട് പൊതുവെ പഠിക്കാൻ അലസതകൾ കുറേ കൂടുതൽ ഈ വാരം പൊതുവെ ഉണ്ടാവുക. അവർക്കാണ് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട്. തൊഴിലേർപ്പെട്ടിരിക്കുന്നവർക്കായി കഴിഞ്ഞാലും ശരി, വിദ്യാഭ്യാസ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെ, മറ്റുള്ള ബിസിനസ് മേഖലയിട്ട് ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെ തൊഴിൽപരമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാവേണ്ട ഒരു വാരമാണ്. എന്നാൽ കൂടിയും ശാരീരികമായിട്ടുള്ള ചില ക്ലേശങ്ങൾ, എന്തെങ്കിലും ക്ഷീണങ്ങൾ, ചില തട്ടലുകൾ, ചില മുറിവുകൾ, ഇതൊക്കെ ഈ വാരം പ്രതീക്ഷിക്കാം. പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രം, മീനക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനക്കുറവ് നല്ലോണമുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് ഈ വാരം പൊതുവെ ഉപേക്ഷിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നമ്മൾ ഏത് കാര്യത്തിനും ഇറങ്ങുമ്പോഴും ഈ വാരം പൊതുവെ നടന്നു കിട്ടാൻ പൊതുവെ ഒരു പ്രയാസം കാണുന്നുണ്ട്. അതുകൊണ്ട് വസ്തുവാഹനാദികൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ, വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിലും ഈ വാരം പൊതുവെ ഇറങ്ങുന്നത് അത്ര ഒരു ശുഭകരമല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ പഠിക്കാൻ അലസതകൾ കുറേ കൂടുതൽ ഉണ്ടാവേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർക്കാണെങ്കിൽ അവർക്ക് ചെറിയ രീതിയിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുക. അതേപോലെ തന്നെ ചില ബുദ്ധിമുട്ടുകൾ, അവർ തന്നെ കുടുംബപരമായിട്ടുള്ള ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു വാരമാണത്. തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തൊഴിൽ കൊണ്ടും വലിയൊരു പുരോഗതികൾ കാണുന്നില്ല. അഷ്ടമാധിപനായുള്ള ശുക്രനാണ് 3-ാം ഭാവത്തിൽ നിൽക്കുന്ന. സഹോദരങ്ങളുടെ കാര്യത്തിലായാലും കുറേ കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു സമയം നന്നായിരിക്കും. അതേപോലെ തന്നെ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് നോക്കുമ്പോൾ അതും അതൊരു ഗുണപോലെ. 9-ാം ഭാവാധിപൻ 7-ലാണ് പോയി നിന്നത്. എന്നാലും ചില യാത്രകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലും അതിനെ കൊണ്ടൊരു അത്ര ഒരു ഗുണകരമാണ് എന്ന് വരും. അതായത് കുറേ കൂടുതൽ യാത്രകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ആവശ്യമില്ലാതെ കണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി വരേണ്ട ഒരു സ്ഥിതിവിശേഷം കുറേ കൂടുതൽ ഈ വാരം പ്രതീക്ഷിക്കാം. എന്നാൽ അതുകൊണ്ട് അത്ര ഒരു ധനാപരമായിട്ടുള്ള ഗുണങ്ങളും ഈ വാരം ഉണ്ട് എന്നത്ര പറഞ്ഞുകൂടും. ഇന്ന് മുതൽ ആഗസ്റ്റ് മാസം 4-ാം തീയതി വരെ ഈ നക്ഷത്രക്കാർക്കും കൂറുകാർക്കും പൊതുവെ സമ്മിശ്രമായിട്ടുള്ള ഗുണഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നതായ ഈ കൂറുഫലങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളൊക്കെ യഥാശക്തി നടത്തി ആ ദേവനെ ഓരോരുത്തരും പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ
അവർക്ക് ഗുണഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ വാരം പൊതുവെ എല്ലാവർക്കും ഗുണകരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇന്ന് മുതൽ ആഗസ്റ്റ് മാസം 4-ാം തീയതി വരെ ഈ നക്ഷത്രക്കാർക്കും കൂറുകാർക്കും പൊതുവെ സമ്മിശ്രമായിട്ടുള്ള ഗുണഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നതായ ഈ കൂറുഫലങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളൊക്കെ യഥാശക്തി നടത്തി ആ ദേവനെ ഓരോരുത്തരും പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഗുണഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ വാരം പൊതുവെ എല്ലാവർക്കും ഗുണകരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.